മലബാർ സഭാപിതാക്കന്മാർ ബഹിഷ്കരിച്ച വിളക്കന്നൂർ നാടകത്തിൽ മൊത്തം ദുരൂഹത എന്ന തലക്കെട്ടിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ദേവാലയത്തിൽ 12 വർഷം മുമ്പ് ഓസ്തിയിൽ ഈശോയുടെ മുഖചിത്രം തെളിഞ്ഞുവെന്ന പേരിൽ ബിഷപ്പ് പാംപ്ലാനി നടത്തിയ കൽപ്പന പ്രഖ്യാപിക്കൽ ദുരൂഹതകൾ നിറഞ്ഞ നാടകമായാണ് വിളക്കന്നൂർ ദേവാലയ പരിസരത്ത് നടന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാർ പാംപ്ലാനി സീറോ മലബാർ സഭയിൽ നടത്തിയ അട്ടിമറികൾ മറക്കുവാൻ ഫാൻസ് അസോസിയേഷൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപതയിലെ പാവം വിശ്വാസികളെ മാർച്ച് 19 ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിൽ നൈറ്റ് മാർച്ചിന് സമാനമായി നടത്തിയ ചാഞ്ചോസ് തീർത്ഥാടനവും ഹാർഡ്ബോർഡിൽ തീർത്ത വലിയ കുരിശുമായി നടത്തിയ കുരിശിന്റെ വഴിയും ദിവ്യകാരുണ്യത്തെ തോളിൽ വഹിച്ചുകൊണ്ട് നടത്തിയ പ്രഹസന നാടകവും നടത്തിയ ശേഷം വിശുദ്ധ കുർബാനയെ മുൻനിർത്തിയുള്ള മുഖചിത്ര പ്രഖ്യാപനത്തെ തനിക്ക് വലിയ ഭക്തിയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുവാൻ നടത്തുന്ന വിഫല ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരും. മാർ ജോസഫ് പാംപ്ലാനി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് ഇനി ചോദിക്കുന്നത്. ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ പെടുന്നതാണെങ്കിൽ തലശ്ശേരി മെത്രാപ്പൊലീത്ത ഡിക്രി ഇറക്കിയത് എന്തുകൊണ്ട്? പരിശുദ്ധ സിംഹാസനത്തിന്റെ രേഖകൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ഷാലോം ടെലിവിഷനിൽ ലൈവ് കാണിച്ച പ്രോഗ്രാം സഭാതല പ്രഖ്യാപനം എന്നാണ് കാണിച്ചത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കേരളത്തിൽ നിന്നുള്ള കർദിനാൾമാർ, മെത്രാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കാതിരുന്നത്? തലശ്ശേരി മഹാ അതിരൂപതയുടെ സാമന്ത രൂപതകളുടെ മെത്രാൻമാർ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? തലശ്ശേരി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികർ എന്തുകൊണ്ട് അത്ഭുത പ്രഖ്യാപന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു? റോമിൽ നിന്നും അംഗീകാരം കിട്ടിയ മുഖചിത്ര അത്ഭുതം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനിയുടെ ഡിക്രിയുടെ കോപ്പി 3 പേർക്ക് കൊടുക്കണമെന്നും അതിൽ 2 പേർ തൃശൂർ ആർച്ച് ബിഷപ്പ്, CBCI പ്രസിഡന്റ്, സീറോ മലബാർ സഭയുടെ തലവൻ എന്നിവരാകുമ്പോൾ അവർ പോലും അറിഞ്ഞില്ലെന്നാണോ പിതാവെ അങ്ങ് പറഞ്ഞു വെക്കുന്നത്? വിശുദ്ധരുടെ നാമകരണ നടപടിയേക്കാൾ എത്രയോ വലുതാണ് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം. ഈശോ തന്റെ മുഖചിത്രം പതിപ്പിച്ചെന്ന് പ്രചരിപ്പിക്കുന്ന തിരുവോസ്തിയെ സംബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനത്തിൽ തലശ്ശേരി അതിരൂപത മൂലയ്ക്കൊതുക്കിയത് എന്തിനാണ്? ആഗോള സഭയിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഭാഗമാണെങ്കിൽ വിളക്കന്നൂർ മുഖചിത്ര മഹാത്ഭുതം വത്തിക്കാൻ രേഖകളിൽ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല? സീറോ മലബാർ സഭയുടെ സൂപ്പർ മെത്രാപ്പൊലീത്തയുടെ അതിരൂപതയിൽ നടന്ന മുഖചിത്ര മഹാത്ഭുതം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഒരു സർക്കുലറിലൂടെ എന്തുകൊണ്ട് ഇതുവരെ അറിയിച്ചില്ല? മാത്രമല്ല സഭകളുടെ ഔദ്യോഗിക രേഖകളുടെ ഭാഗം എന്തുകൊണ്ട് ഇതുവരെ ആയില്ല? ഇത്തരമൊരു മഹാത്ഭുതത്തെ സംബന്ധിച്ച് സീറോ മലബാർ സഭയുടെ PRO ഇതുവരെ ഒന്നും മീഡിയ കമ്മീഷന്റെ പേജിൽ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മാർ പാംപ്ലാനിയുടെ മഹാത്ഭുത ഡിക്രിയിൽ പറയുന്നത് പോലെ ഇത് അവസാന വാക്കല്ല എന്ന പദം കുറച്ചു കാലത്തേക്കെങ്കിലും വിശ്വാസികളെ പറ്റിക്കാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞാൽ അങ്ങേക്കത് എതിർക്കാൻ പറ്റുമോ? വത്തിക്കാൻ സ്ഥാനപതി പ്രഖ്യാപിക്കുമെന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ ഡിഗ്രി അതിരൂപത ചാൻസലറോട് പുറത്തിറക്കിയ ഇരട്ടത്താപ്പ് വിശ്വാസികളെ പറ്റിക്കാനായിരുന്നുവെന്ന് പറയുന്നതല്ലേ പാംപ്ലാനി തരത്തിന്റെ ശരിയായ നിഗമനം? വത്തിക്കാൻ സ്ഥാനപതിയുടെ ഒരു പ്രസംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഏറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അഭിമന്യ പാംപ്ലാനി പിതാവെ. അങ്ങയുടെ നാടകങ്ങൾ ഇനിയും തുടരുമെന്ന് വിശ്വാസികൾക്ക് ഏറെക്കുറെ ഉറപ്പാണ്. ഇത്തരം പരിപാടികൾ കൊണ്ടൊന്നും അങ്ങ് നടത്തുന്ന സഭാവിരുദ്ധതയെ മറക്കുവാൻ സാധിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ മനസ്സിലാക്കുക.